നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എന്നാലും എന്റെ മോനെ ആരെ ഇത്ര വലിയ ശത്രുക്കള്? അവനെ തട്ടിക്കൊണ്ട് പോവാൻ മാത്രം എന്ത് പാതകം അവൻ ചെയ്ത്? മോളെ, പോലീസുകാര് ചോദിച്ചപ്പോ നീ എന്താ പറഞ്ഞത്? ഞാൻ എന്ത് പറയാനാ അമ്മ? അമ്മയുടെ മകന് ആരോടെങ്കിലും എന്തെങ്കിലും തുറന്നു പറയുന്ന സ്വഭാവം ഉണ്ടോ? വിനയന്റെ കാര്യത്തിൽ എന്തോ വലിയ ദുരൂഹതയുണ്ട് ലതിക. അവനെന്തോ ഭീഷണിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ അവൻ എന്നെ ബോഡി ഗാർഡാക്കി കൊണ്ടുപോയത്. പക്ഷേ ശത്രു നിസ്സാരക്കാരനല്ല. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പാ അവര് കാര്യം നടത്തി സ്ഥലം വിട്ടത്. രാവിലെ എന്തോ ഫോൺ വിളിച്ചപ്പോ ലക്ഷങ്ങളുടെ കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു വിനയൻ. ആരെന്താന്നൊക്കെ ചോദിച്ചപ്പോ അതിന് ഉത്തരവില്ലായിരുന്നു. എന്നിട്ട് നീ അതൊക്കെ പോലീസുകാരോട് പറഞ്ഞില്ലേ മോളെ? പറഞ്ഞിട്ടുണ്ട്. വിനയേട്ടന്റെ ഫോൺ കിട്ടിയ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചാനെ. പക്ഷെ അതും വിനയേട്ടന്റെ കയ്യിലല്ലേ. അക്രമികളെ കുറിച്ചുള്ള ഏതാണ്ടൊരു ചിത്രം ഞാനും പോലീസിന് കൊടുത്തിട്ടുണ്ട്. അവര് പരിസരത്തുള്ള CCTV ഒക്കെ പരിശോധിച്ച ശേഷം എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശ്വര, തട്ടിക്കൊണ്ട് പോയമാര് എന്റെ മോനെ വല്ലതും ചെയ്യോ? എന്റെ കുഞ്ഞിന് ഒരു അപകടവും വരുത്തല്ലേ ഈശ്വര. അയ്യോ മോളെ ചീരു, അച്ഛാ വാ. പിന്നെ എന്നെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ മോളെ? ഇല്ല അച്ഛാ, ഞാനും അങ്കിളും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. വലിയ കഷ്ടായി പോയല്ലോ അത്. കരയേണ്ട ലതികെ, അവനൊന്നും വരില്ല. ആരോ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്താവും. അതേന്നേ, വീണയും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എവിടെ ചെന്ന് വീണാലും എന്റെ മരുമകൻ 4 കാലം തന്നെ വീഴും. അതാ എന്റെ ഒരു ധൈര്യം. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ എത്ര വിദഗ്ധനായാലും എവിടെയെങ്കിലും ഒന്ന് പിഴയ്ക്കുമെങ്കിലേ, അതാ എന്റെ ഒരു പേടി. വിനയന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ അവനൊരു കുഴപ്പം കൂടാതെ തിരിച്ചു വരുമെന്നാ ചീരു ഉദ്ദേശിച്ചത്, അല്ലേ മോളെ? അതെ, വലിയ വലിയ തട്ടിപ്പ് സംഘങ്ങളിൽ പെട്ടവരെയൊക്കെയാ സാധാരണ കൊട്ടേഷൻ ടീമിനെ വെച്ച് കിഡ്നാപ്പ് ചെയ്യുന്നത്. ഒരു ടീമിന് വേറൊരു ടീമിനോടുള്ള കുടിപ്പകയൊക്കെ ആയിരിക്കും അതിന് കാരണം. വിനയേട്ടൻ ഇനി അങ്ങനെ വല്ല സംഘത്തിലും പെട്ടിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? മര്യാദക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവനാണോ ഈ തട്ടിപ്പ് സംഘത്തിലൊക്കെ പോയി ചേരുന്നത്? എന്റെ ലതികെ, അതിന് വലിയ ആരോഗ്യമൊന്നും വേണ്ട, ബുദ്ധി മതി. ചില കാര്യങ്ങളിൽ എന്റെ മരുമോനെ എന്നെക്കാളും കാഞ്ഞ ബുദ്ധിയാ. എന്തായത് ലതിക, പേടിക്കാതിരിക്കെ. പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അവര് വിനയൻ എന്തായാലും കണ്ടുപിടിക്കും. എന്താ ശരിക്കും ഉണ്ടായതെന്ന് അപ്പൊ നമുക്കറിയാലോ. മോളെ, മക്കളൊക്കെ എവിടെ? മുറിയിലുണ്ട് അച്ഛാ. എന്റെ ഈശ്വര, അവനൊന്നും വരുത്തില്ല. എന്റെ ലതികെ, ഒന്ന് കരയാതിരിക്കെ. ഞാനാണെങ്കിൽ പോലീസിനോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. CCTV നോക്കിയിട്ട് അവരെന്റെ നമ്പറിൽ തന്നെ വിളിച്ചു പറയും.